ഹലോ നമസ്കാരം. സുരേഷ് ക്ഷേത്രമാണ്. അടിപൊളി യാത്രയിലാണ്, ചാലിയക്കരയിലാണ്, എന്റെ ഗ്രാമത്തിലാണ്. എന്റെ കൂടെ എന്റെ അനിയൻ ജിഷും മറിയക്കുട്ടി ഇതേ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലിസിയമ്മാമയുടെ ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡാണ് കേട്ടോ. ചാലിയക്കരയിലെ അടിപൊളി ക്യാൻറ്റീനാണ് നമ്മുടെ ലിസിയമ്മാമയുടെ AVTയുടെ ക്യാൻറ്റീൻ. AVT തോട്ടക്കാര് കൊടുത്തേക്കുന്ന ക്യാൻറ്റീനാണ്. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് സൂപ്പർ ഫുഡ്, അടിപൊളി സ്വയംഭം നാടൻ ഫുഡ്. അപ്പൊ ഞങ്ങളുടെ പിന്നിൽ കുറച്ച് പുകയൊക്കെ വരുന്ന കണ്ടോ? ഇതാണ് ഞങ്ങൾ ആന വരാതിരിക്കാൻ തീയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഡേഞ്ചർ സ്പോട്ടാണ്, എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അടിപൊളി കാഴ്ചകളുമായി ഞങ്ങൾ വരുവാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാം. സൂപ്പർ ഫുഡല്ലേ? സൂപ്പർ ഫുഡ്, അടിപൊളി ഫുഡ്. അപ്പൊ എന്റെ അനിയനും അനിയത്തിയാണ് ജിഷും മറിയക്കുട്ടി. അപ്പൊ ഞങ്ങളുടെ യാത്ര രണ്ടാമത്തെ യാത്രയാണ്. ഇന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ച് വൈകുന്നേരം വരെ മൊത്തം ഞങ്ങൾ സെറ്റ് ആയിട്ടേ പോകും. അപ്പോ കഴിയുമെങ്കിൽ കാട്ടുപോത്തിനെയും കാട്ടാനെയും എല്ലാം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഇടും. അപ്പോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. എങ്ങനെ നമ്മള് സൂപ്പർ ഡീപ്പർ സ്ഥലത്താണ്. ചാലിയക്കരയിലെ നമ്മുടെ സ്വന്തം സ്ഥലം, സുരേഷ് ക്ഷേത്രത്തിന്റെ ഗ്രീൻ മീഡിയേഷൻ ചാനലിന്റെ സ്വന്തം സ്ഥലമാണ്. ദേ എന്റെ അനിയൻ ജിഷും മറിയക്കുട്ടിയും ഉണ്ട്. ഞങ്ങൾ പാട്ട് സീനൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. ഇത് കണ്ടോ? ആന വരാതിരിക്കാൻ ഇവിടെ നല്ല സൂപ്പറായിട്ട് തീയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അത് ഒന്നും കൂടെ ആളി കത്തിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണം, ഇഷ്ടം പോലെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന്. ചാലിയക്കരയിൽ ഞാൻ ഒരുപാട് ആനകളെ കാണിച്ചിട്ടുണ്ടോ. കണ്ടിന്യൂട്ട് കത്തിക്കുക. ഇതിങ്ങനെ തീരും തോറും ആൾക്കാർ കൊണ്ട് കമ്പ് വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നാളെ നേരം വിളിക്കുന്നവരെ കത്തിക്കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ അത് വിറവ് വെച്ചു കൊടുക്കും. ഒരിക്കലും കാരണം ഈ ചാരത്തിന്റെ മണം അടിച്ച ആനകൾ വരത്തില്ല. പിന്നെ അത്രയ്ക്ക് സെറ്റപ്പാണ് കേട്ടോ. കണ്ടില്ലേ? കുട്ടി എങ്ങനെയുണ്ട് സ്ഥലം? പിന്നെ ഒന്നും പറയാ, ചാലിയക്കര വൈബാണ്. ജിഷേ എന്റെ ഗ്രാമം എങ്ങനെയുണ്ട്? അതെ, പറയാനൊന്നുമില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ ജിഷും മറിയക്കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് ചാലിയക്കര വരുന്നത്. അതെ, നല്ല സൂപ്പർ അടിപൊളി സെറ്റപ്പ് സ്ഥലം. ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യമല്ല, ഫസ്റ്റ് ടൈം അല്ല നമ്മൾ ഈ വഴി. നമ്മൾ ഒരുപാട് കാടും മലയൊക്കെ കയറണമെന്നുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാ. ആദ്യമായിട്ടാണ് ചാലിയക്കര വരുന്നത്. അതെ, അപ്പൊ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ആനയെ കണ്ടിട്ട് പോകും. തീർച്ചയായിട്ടും. ആന വരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതുണ്ടോ തീ ഇട്ടിരിക്കുക. ആ തീയുടെ ഇവിടെയൊക്കെ കണ്ടില്ലേ, റബ്ബറും മൊത്തം ഒടിച്ചിട്ട് കണ്ടാ അറിയാം. റബ്ബറും കാര്യങ്ങളൊക്കെ മൊത്തം ആന ഇറങ്ങിപ്പോയ വഴിത്താര കണ്ടോ? നമ്മള് താറിലിങ്ങനെ വരുന്നോണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, നമ്മുടെ വണ്ടി നമ്മുടെ ഉള്ളതാണ് ഏറ്റവും ധൈര്യം. അടിപൊളിയായിട്ട് നമ്മള് ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതേപോലെ എപ്പോഴും ആനയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങൾ വനത്തിന്റെ ഒരു ഭീകരമായ അന്തരീക്ഷമുള്ള സ്ഥലമാണ് ചാലിയക്കര. അപ്പൊ നമ്മളിതേ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളെ താറിനകത്തോട്ട് നമ്മൾ കയറുവാണ്. അല്ലേ മറിയക്കുട്ടി? അതെ അതെ, സുരേഷ് ചേട്ടൻ ഞങ്ങൾക്ക് നല്ല നല്ല മൊമെന്റ്സും. നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് കയറുവാണ്. നമ്മുടെ ആദ്യമാണ് ചാലിയക്കര വന്നിട്ട് ഈ മഴ കുറഞ്ഞിരിക്കുന്ന സമയം കേട്ടോ. കേട്ടോ ജിഷേ, ചാലിയക്കര നമ്മൾ എപ്പം വന്നാലും മഴയാണ്. കാരണം ഇന്നിപ്പോ നമുക്ക് മഴ നനയത്തില്ല. നമ്മുടെ ട്രൈപോഡും ഒക്കെ ആയിട്ട് നമ്മുടെ മറിയക്കുട്ടി വരുവാണ്. മറിയക്കുട്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? വൈബാണ്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വൈബിനൊക്കെ അപ്പുറം അടിപൊളി അടിപൊളി അടിപൊളി. തീർച്ചയായിട്ടും എല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ കഴിയോടെ വന്നത്. കണ്ടപ്പോ ഒന്നുകൂടെ ഇഷ്ടമായി. അപ്പോൾ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഗ്രീൻ മീഡിയേഷൻ ചാനലിന്റെ അടിപൊളി യാത്രയിലാണ്. ചാലിയക്കരയിലേക്ക് കുറച്ച് ദിവസം കൂടി ഇന്ന് വന്നതാണ്. ഞാൻ ഒരു മാസത്തിൽ 10 പ്രാവശ്യം വന്ന സ്ഥലമാണ്. ഇന്ന് ഞങ്ങൾ ആനയെ കാണാൻ ഇറങ്ങിയതാണ്. എങ്കിൽ തന്നെ ആനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ തടിയിട്ട് തീ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ ജിഷും മറിയക്കുട്ടിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ ഞാനിപ്പോ ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഇന്ന് അവര് മനോഹരമായ സ്ഥലത്ത്, അവരാരും ഇതുവരെ കണ്ടെടുത്ത സ്ഥലത്തേക്ക് വന്നാൽ ഞങ്ങളിങ്ങനെ സൂപ്പറായിട്ട് യാത്ര ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പുറം കിട്ടില്ല വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്, അല്ലയോ? ഓക്കെ. ആ ഇവന്മാർ ഫോറസ്റ്റ് റൈഡ് പോകുന്ന, വനത്തിലേക്ക് പോകുന്ന ഇവരുടെ സംഭവം കേട്ടോ. ഇങ്ങനെയുള്ള വണ്ടി വേറെ ലെവലായി. പലപ്പോഴും ഫസ്റ്റ് ഇയർ ഇതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അത്
അതെന്നെ ഡ്രൈവും പഠിപ്പിച്ചിരുന്നു. ഭാഗ്യം ഉണ്ടാക്കി കിട്ടുന്നു. മഴ കൊണ്ടില്ലേ ബാണം നിൽക്കി. നമ്മുടെ ഇന്നലെ വണ്ടി വൈബാകും. ഉണ്ടാ കൊടും കാടിനകത്ത് കഴിക്കുക. നമ്മുടെ ദഹനമൊക്കെ ചൂടുവെള്ളം വേണം. വെള്ളം അമ്മയുടെ മോളായി ഇങ്ങനല്ലയോ ഇങ്ങനല്ലേ? നമ്മുടെ പണ്ടത്തെ പോലുള്ള മഴയില്ലല്ലോ ഇപ്പൊ. ഫ്രഷ് കേട്ടോ. കാണും ഇടിച്ചപ്പോഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. ചാലല്ലേ